ദേവേശ യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നമ്മുടെ കർത്താവായ ക്രിസ്തയേശുവിൽ നിന്നുള്ള കൃപയും സ്നേഹവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അല്പസമയം ധ്യാനത്തിലുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ യോഹന്നാൻ 6-ാം അധ്യായം 26 മുതൽ 29 വരെ. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായി തന്നെ പ്രവർത്തിക്കുവാൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്നുത്തരം പറഞ്ഞു. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത്രേ എന്ന് പറഞ്ഞു. കർത്താവായ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്ന പ്രിയമുള്ളവരെ, കർത്താവായ ക്രിസ്തു നമ്മുടെ ഈ നോമ്പ് കാലഘട്ടത്തിൽ നൽകുന്ന മറ്റൊരു മുന്നറിയിപ്പാണ് ഇന്നിവിടെ നാം വായിച്ചു കേട്ടത്. ഈ ലോകത്തിൽ അല്ലെങ്കിൽ വിശ്വാസ ജീവിതത്തിൽ നടന്നു വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് നമുക്ക് ഈ വേദഭാഗത്തെ വായിക്കുവാനായിട്ട് സാധ്യമാകും. ഈ യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ ചില പ്രത്യേകതകളെന്ന് പറയുന്നത്, യഥാർത്ഥത്തിലുള്ള അപ്പം ആരാണെന്നും ആ അപ്പം ഭക്ഷിക്കുമ്പോഴുണ്ടാവുന്ന ഈ സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെ നിറവിനെക്കുറിച്ചും, ആയതുപോലെ ആ അപ്പത്തിൽ കൂടെയുള്ള യാത്ര എങ്ങനെയൊക്കെ നാം ഒന്ന് ക്രമപ്പെടുത്തണം എന്ന് പഠിപ്പിക്കുവാനായിട്ടാണ് കർത്താവ് ഇവിടെ ശ്രമിക്കുന്നത്. ഇന്ന് പലപ്പോഴും നാം എല്ലാവരും പലതിൻ്റെ പിന്നാലെ യാത്ര ചെയ്യണം, പലരുടെയും പിന്നാലെ യാത്ര ചെയ്യുന്നവരാണ്. ഈ ഓട്ടത്തിലാണ് നാം എല്ലാവരും. ഒന്ന് സ്വസ്ഥമായിരിക്കുവാനോ സ്വസ്ഥമായി ഉറങ്ങുവാനോ സ്വസ്ഥമായി ജീവിതത്തിൽ നിന്ന് ക്രമപ്പെടുത്തുവാൻ കഴിയാതെയുള്ള ഒരു ഓട്ടത്തിൻ്റെ നടുവിലാണ് നാം എല്ലാവരും. അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പിന്നാലെയുള്ള ഓട്ടം, മനുഷ്യരുടെയും മനുഷ്യ ദൈവത്തിൻ്റെയും പിന്നാലെയുള്ള ഓട്ടം, ആലയങ്ങളിൽ നിന്നും ആലയങ്ങളിലേക്കുള്ള ഓട്ടം, വിശുദ്ധന്മാരുടെ പിന്നാലെയുള്ള ഓട്ടം, അങ്ങനെ പോവുകയാണ് നമ്മുടെ എല്ലാവരുടെയും ഓട്ടം. ഒരിടത്തും നിലനിൽക്കുവാനായിട്ടോ ഉറച്ചു നിൽക്കുവാനായിട്ടോ കഴിയാതെ ഇങ്ങനെ ഈ നന്മകൾക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി, താൽക്കാലിക സുഖത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഭവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിലാണ് നാം എല്ലാവരും. ഇവിടെ യേശു പറയുന്നുണ്ട്, ഞാനാണ് ജീവൻ്റെ അപ്പം, എന്നെ ഭക്ഷിക്കുന്നവൻ ഒരു നാളും മരിച്ചു പോകുന്നില്ല, അവൻ എന്നേക്കും ജീവിക്കുന്നുണ്ട്. എന്നെ പാനം ചെയ്യുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന് കർത്താവ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. യേശു നട്ടിച്ച നേരത്ത് ഒരു കിണറിൻ്റെ വക്കിൽ ഇരുന്നിട്ട് വെള്ളം കോരുവാൻ വന്ന സ്ത്രീയോടുകൂടെ വെള്ളം ചോദിക്കുമ്പോഴും അവൾ യഹൂദനായ യേശുവിനെ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്ക് കോരുവാനായിട്ട് എൻ്റെ കയ്യിൽ പാത്രമില്ല, നിനക്ക് പകർന്നു തരുവാനായിട്ട് എൻ്റെ കയ്യിൽ പാത്രമില്ല. അപ്പോൾ കർത്താവ് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനാവുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും ദാഹിക്കുന്നില്ല, എന്നെ നുകരുന്നവന് ഒരു നാളും ദാഹിക്കാതെ ജീവിക്കുവാനുള്ള വഴി കണ്ടെത്തുവാനായിട്ട് കഴിയുമെന്ന് കർത്താവ് ആ സ്ത്രീയോടുകൂടെ പറയുക. അപ്പോൾ സ്ത്രീ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ആ വെള്ളം എവിടെ നിന്ന് കിട്ടും? ആ വെള്ളം എനിക്ക് ഒരല്പം തരണമേ, എനിക്കിനി ഇങ്ങോട്ട് വരേണ്ടതില്ല, ഞാൻ ഇരിക്കുന്നിടത്ത് സ്വസ്ഥമായിരുന്ന്
ആ ജീവൻ്റെ ജലം, ദാഹിക്കാത്ത ജലം കുടിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനുള്ള ആ വെള്ളം എനിക്ക് തരുവാനായിട്ട് കഴിയുമോ? കർത്താവ് പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവന് ആ വെള്ളം കിട്ടും, ആ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുന്നില്ല എന്ന്. ആ സ്ത്രീ യഥാർത്ഥത്തിൽ കർത്താവിനെ തിരിച്ചറിഞ്ഞ്, രക്ഷകനെ തിരിച്ചറിഞ്ഞ്, യഥാർത്ഥത്തിലുള്ള ദാഹത്തിൻ്റെ അനുഭവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ദാഹമില്ലാത്തൊരു ജീവിതാനുഭവത്തിലേക്ക് മടങ്ങിപ്പോകുന്നതായിട്ട് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒത്തിരിയേറെ ദാഹവും ഒത്തിരിയേറെ വിശപ്പും ഉള്ളവരാണ് നാം എല്ലാവരും. ഈ വിശപ്പും ദാഹവും തേക്കുവാനായിട്ടുള്ള ഓട്ടത്തിൻ്റെ നടുവിൽ പലപ്പോഴും യഥാർത്ഥത്തിൽ ശമിപ്പിക്കുന്ന, ദാഹം ശമിപ്പിക്കുന്ന ആഹാരത്തെയും പാനീയത്തെക്കുറിച്ച് നാം മറന്നു പോകാറുണ്ട്. ഈ അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെ പിന്നാലെയൊക്കെ യാത്ര ചെയ്യപ്പെടുമ്പോൾ നഷ്ടമായി പോകുന്ന നിത്യജീവിതത്തിൻ്റെ അനുഭവത്തെ ഉൾക്കൊള്ളുവാൻ കഴിയാതെ നാം ജീവിക്കുകയാണ്. അങ്ങനെ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ കർത്താവ് തൻ്റെ പിന്നാലെ കടന്നു വന്ന ഈ മനുഷ്യരെ പിടിച്ചിട്ട് അവരെ ഒന്ന് ശകാരിക്കുകയാണ്. ഈ യേശു കൊടുത്ത അപ്പവും യേശു കൊടുത്ത പാനീയവും കുടിച്ചിട്ട് യേശുവിനെ അന്വേഷിച്ച് യേശു പോകുന്നിടത്തൊക്കെ ഇവർ യാത്ര ചെയ്യുന്നുണ്ട്. ഈ യാത്ര ചെയ്തതായ ഈ പുരുഷാരം യേശുവിനോട് കൂടെ ചോദിക്കുകയാണ്, നീ എപ്പോൾ ഇവിടെ വന്നു എന്ന് ചോദിക്കുകയാണ്. കടൽ കടന്ന് ഈ ഒത്തിരിയേറെ ദൂരം യാത്ര ചെയ്ത് യേശു മറ്റൊരിടത്ത് പോയി സ്വസ്ഥമായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും യേശുവിനെ അന്വേഷിച്ച് യേശുവിൻ്റെ പിന്നാലെ കുറേ പുരുഷർ കടന്നു വരുന്നത് യേശു കൊടുത്ത താൽക്കാലികമായ ഭക്ഷണം ഭക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അവിടെ യേശു ശകാരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ അടയാളം കണ്ടത് കൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ എന്തിനാണ് കർത്താവിനെ അന്വേഷിക്കേണ്ടത്? യഥാർത്ഥത്തിൽ കർത്താവിനെ അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് നാം കർത്താവിനെ അന്വേഷിക്കേണ്ടത്? ഇവിടെ കർത്താവ് ഈ പുരുഷാരത്തെ ശകാരിച്ചിട്ടാണ് പറയുന്നത്, നിങ്ങൾ എന്നിൽ വിശ്വസിച്ചിട്ടല്ല എന്നെ അന്വേഷിക്കുന്നത്, നിങ്ങൾ ഞാൻ നൽകിയ അല്ലെങ്കിൽ ഞാൻ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ടല്ല എന്നെ അന്വേഷിക്കുന്നത്, നിങ്ങൾ എന്നെ ഉൾക്കൊണ്ടതുകൊണ്ടും അല്ല എന്നെ അന്വേഷിക്കുന്നത്, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതോ ഈ നശിച്ചു പോകുന്ന അപ്പത്തിനായിട്ട് അത്രേ. തൊട്ടു മുൻപുള്ള വാക്യങ്ങൾ നാം ഒന്ന് പഠിക്കുമ്പോഴും അവിടെ കാണുവാൻ കഴിയുന്ന 5 മീനും കൊണ്ട് 5000-ലധികം പുരുഷാരത്തെ പോഷിപ്പിച്ച ഒരു ക്രിസ്തുവിനെയാണ്. ആ ക്രിസ്തു നൽകിയ ഭൗതിക ഭക്ഷണം അത് നേടിയെടുക്കുമ്പോൾ ഈ ജനം ഉൾക്കൊള്ളുന്നത് അല്ല മനസ്സിലാക്കുന്നത്, ഈ ക്രിസ്തു തങ്ങളുടെ ജീവിതത്തിൽ ചേർന്ന് നിന്നാൽ തങ്ങൾക്ക് അധ്വാനിക്കാതെ ഭക്ഷണം കിട്ടും എന്നതായിരുന്നു. ഈ അധ്വാനിക്കാതെ ഭക്ഷണം കിട്ടുവാനായിട്ടുള്ള ആഗ്രഹത്തോടെ വെമ്പലോടുകൂടെ കർത്താവിനെ അന്വേഷിച്ച് യാത്ര ചെയ്യുമ്പോഴാണ് കർത്താവ് ശകാരിക്കുന്നത്. പ്രിയമുള്ളവരെ, പലപ്പോഴും ഞാനും നിങ്ങളൊക്കെ എങ്ങനെയാണ് ഈ അധ്വാനിക്കാതെ എന്ത് കിട്ടും എന്നന്വേഷിച്ചിങ്ങനെ ഓടുന്ന ഈ ഓട്ടത്തിൽ കർത്താവ് നമ്മയും ശാസിക്കുന്നുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ട് തന്നെയാണ് എന്നെ അന്വേഷിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ എന്തിനു വേണ്ടിയിട്ടാണ് അന്വേഷിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ നാം ഒരു ആത്മപരിശോധന ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. എന്തിനാണ് നാം കർത്താവിനെ അന്വേഷിക്കേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ പിന്നാലെ ഞാൻ യാത്ര ചെയ്യേണ്ടത്? വേദപുസ്തകം ഒത്തിരിയേറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കർത്താവിനെ അന്വേഷിക്കേണ്ട കാര്യാദികൾ പറയുന്നുണ്ട്. യേശുവിനെ അന്വേഷിച്ചു വന്ന വിദ്വാൻമാർ യേശുവിനെ കാണുവാനായിട്ട് അന്വേഷിച്ചു വരുന്നത്. അവന് തങ്ങൾ സമ്പാദിച്ച സമ്പാദ്യങ്ങളിൽ ഒരു വിഹിതം സന്തോഷത്തോടെ കൊടുക്കുവാനായിട്ട് യേശുവിനെ അന്വേഷിച്ചു വരുന്നത്. ഈ അന്വേഷണം ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ അവസാനിപ്പിക്കുന്നുണ്ട് എങ്കിലും ആ അന്വേഷണം അവിടെ നിന്ന് വീണ്ടും തുടരുകയാണ്. ഈ തുടർച്ച ചെന്ന് നിൽക്കുന്നത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിലായിരുന്നു. യഥാർത്ഥത്തിൽ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിലല്ല ക്രിസ്തു ജനിച്ചു എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടായപ്പോഴും ആ അന്വേഷണം പൂർത്തീകരിക്കപ്പെടുന്നത്, അന്വേഷണം അവസാനിപ്പിക്കുന്നത് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും ഈ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ആയിരുന്നു. ബെത്ലഹേമിലായിരുന്നു ഈ യേശുവിനെ അന്വേഷിച്ചുള്ള യാത്ര ഈ വിദ്വാൻമാർ അവസാനിപ്പിക്കും. കാരണം അവർ ആഗ്രഹിച്ചത് താൽക്കാലികമാവുന്ന ഒരു രക്ഷകനെ അല്ല. അവർ അന്വേഷിച്ചത് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു രാജാവിനെ അല്ല. അവരന്വേഷിച്ചത് ഭൂമിയുടെ നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് ഭൂമിയുടെ നേട്ടങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്ന ഒരു രാജാവിനെ അല്ല. അവർ അന്വേഷിച്ചതോ നിത്യമായ രാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക്, നിത്യതയുടെ അനുഭവത്തിലേക്ക് സകല ജനത്തെയും നയിക്കുന്ന നിത്യതയുടെ ഒരു രാജാവിനെ ആയിരുന്നു. ആ രാജ്യനെ കണ്ടു. ആ രാജാവിനെ ബെത്ലഹേമിൽ കണ്ടു. തങ്ങൾ സമ്പാദിച്ചു വെച്ചിരുന്നതായ മൂര് പൊന്നു കുന്തിരികം കാഴ്ചവെച്ചു.
വണങ്ങി അവർ വേറൊരു വഴിയായി മടങ്ങിപ്പോയി എന്ന് സുവിശേഷകൻ പറയുമ്പോഴും, പ്രിയമുള്ളവരെ, അവർ കർത്താവിനെ അന്വേഷിച്ചത് കൊണ്ടിട്ടാണ്, അവർ കർത്താവിനെ കണ്ടെത്തിയപ്പോഴാണ് അവർ പുതിയൊരു വഴി കണ്ടെത്തുന്നത്, പുതിയൊരു വഴിയായി യാത്ര ചെയ്യപ്പെടുന്നത്. ക്രിസ്തുവിനെ എന്തിനാണ് ഞാനും നിങ്ങളും അന്വേഷിക്കുന്നത്? താൽക്കാലികമായ സുഖത്തിന് വേണ്ടിയിട്ടാണോ? താൽക്കാലികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? താൽക്കാലികമായ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണോ? ഈ നോമ്പിൻ്റെ 40 നോമ്പ് നാളുകളൊക്കെ തീരുമ്പോൾ ഞാൻ ക്രിസ്തുവിനെ അന്വേഷിച്ചതിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുവാനായിട്ട് നമുക്ക് കഴിയണം. ഈ നാളുകൾ ഒരു അന്വേഷണമാണ്, ക്രിസ്തുവിനെ അന്വേഷിച്ചുള്ളൊരു യാത്രയാണ്. അത് പ്രാർത്ഥനയിൽ കൂടെ ആയിരുന്നാലും, ഉപവാസത്തിൽ കൂടെ ആയിരുന്നാലും, വചനത്തിൽ കൂടെ ആയിരുന്നാലും, ആരാധനകൾ കൂടെ ആയിരുന്നാലും ഒക്കെ അന്വേഷിക്കുന്ന ക്രിസ്തുവിനെയാണ്. നീ എവിടെയെന്ന് ചോദിച്ച് അന്വേഷിച്ചിങ്ങനെ യാത്ര ചെയ്യണം. യോഹന്നാന്റെ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു നീ എവിടെയാണ് വസിക്കുന്നത്? കർത്താവ് പറഞ്ഞു, വന്ന് കാൺമൻ. അപ്പൊ അന്വേഷിക്കുന്ന ക്രിസ്തു യോഹന്നാന്റെ ശിഷ്യന്മാർ നീ വന്ന് കാൺമൻ എന്ന് പറഞ്ഞ് അവരെ തന്നിലേക്ക് ആകർഷിക്കുകയാണ്. ഈ നോമ്പ് കാലഘട്ടത്തിലും അവൻ നമ്മോട് പറയുകയാണ്, വന്ന് കാൺമൻ, വന്ന് അനുഭവിക്കുവൻ എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? ഒന്നാമത് നാം ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടത്, അവൻ എന്നിൽ മനസ്സലിഞ്ഞ് എന്നെ ചേർത്ത് പിടിക്കുകയാൽ ഞാൻ ക്രിസ്തുവിനെ എപ്പോഴും അന്വേഷിക്കണം. ഇടയനില്ലാത്ത ആടുകളെപ്പോലെയും അലങ്ങി തിരികെ നടക്കപ്പെടുന്നതായ ഈ പുരുഷാരത്തെ കണ്ടിട്ട് യേശു മനസ്സലിഞ്ഞ് അവരോട് വചനം പ്രസംഗിച്ചു, സുവിശേഷം പ്രസംഗിച്ചു. മനസ്സലിഞ്ഞ് അവരെ ചേർത്ത് പിടിച്ചു. അപ്പോൾ അവർക്ക് വചനം മാത്രമല്ല കർത്താവ് കൊടുത്തത്, വളരെ ശ്രദ്ധേയമായി പറയുന്നുണ്ട്, അവർക്ക് ആത്മീകമായ പരിപോഷണം നൽകി, ആത്മീകമായ സംതൃപ്തി നൽകിയ ശേഷം അവിടെ ഭൗതിക ആവശ്യത്തിലേക്ക് കർത്താവ് തിരിഞ്ഞു നോക്കിയാണ്. ശിഷ്യന്മാരോട് കൂടെ പറയണം, അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പൻ ക്ഷീണാവസ്ഥയിലാണ്. ശിഷ്യന്മാർ പറയുന്ന, കർത്താവ് അവരെ പറഞ്ഞയക്കണമേ. യേശു പറഞ്ഞ അവരെ പറഞ്ഞയക്കേണ്ടത് തെറ്റില്ല. അവർ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണിച്ചു പോകും, വീഴ്ന്നു പോകും, തളർന്നു പോകും, അവരെ ഭവനത്തിൽ എത്തിച്ചേരത്തില്ല. അവർക്ക് ഭക്ഷിപ്പാനേറ്റ് കൊടുപ്പൻ. ശിഷ്യന്മാർക്ക് ആകുലതയാണ്, എങ്ങനെ ഭക്ഷിക്കുവാനേറ്റ് കൊടുക്കും? 5000 പുരുഷാരമുണ്ട്, അതിലധികം പുരുഷാരമുണ്ട്, ഒരു വലിയ ജനസമൂഹമാണ്. തങ്ങളുടെ കയ്യിലുണ്ടായിരിക്കുന്ന സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചാൽ ഇവർക്ക് ഭക്ഷിപ്പാനേറ്റ് കൊടുക്കാൻ കഴിയത്തില്ല. അവിടെ ഉണ്ടായിരുന്ന ബാലകന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് ഈ 5000-ലധികം പുരുഷാരത്തെ ഭക്ഷണം വിഭാഗിച്ചു കൊടുക്കുമ്പോഴും കർത്താവ് അവരെ ഒന്ന് ചേർത്ത് പിടിക്കണം, തന്നിലേക്ക്, തൻ്റെ ഹൃദയത്തിലേക്ക്, തൻ്റെ ജീവിതത്തിലേക്ക് അവരൊന്ന് ചേർത്ത് പിടിക്കുകയാണ്. ആ ചേർത്ത് പിടിക്കലാണ് ഇന്ന് നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ അന്വേഷിക്കേണ്ടത്. അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്, അവൻ എന്നിൽ മനസ്സലിഞ്ഞതുകൊണ്ട്, അവൻ എന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ട്. ഞാൻ പാപിയായിരുന്നിട്ട് കർത്താവിനെ മനസ്സലിയുകയാണ്. കർത്താവിനെ ഉപേക്ഷിക്കുന്നില്ല. കർത്താവ് മുൻപിൽ വരുന്ന എല്ലാവരോടും മനസ്സലിയുകയാണ്. കുരുടനായ മനുഷ്യൻ കർത്താവിനെ നോക്കി നിലവിളിച്ചു, ദാവീദ് പുത്ര ഞങ്ങളോട്, അല്ലെങ്കിൽ എന്നോട് കരുണയുണ്ടാകണമെന്ന് നിലവിളിക്കുമ്പോഴും ആ കേട്ടിട്ട് പോലെ കർത്താവ് ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ വീണ്ടും വിളിക്കുക. അപ്പോൾ വീണ്ടും വിളി കേട്ടിട്ട് കർത്താവ് നിന്ന് അവനെ അവൻ്റെ അടുക്കലേക്ക് വിളിച്ചിട്ട് അവനോട് മനസ്സൊലിഞ്ഞ് അവനെ സൗഖ്യമാക്കുന്നൊരു കർത്താവിനെ വേദപുസ്തകം വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ നമ്മോട് മനസ്സൊലിയുന്നൊരു കർത്താവ് കൂടെയുണ്ട്, നമ്മുടെ വേദനകളിൽ മനസ്സിലിയുന്ന കർത്താവ് കൂടെയുണ്ട്, നമ്മുടെ തകർച്ചകളിൽ മനസ്സിലിയുന്ന കർത്താവ് കൂടെയുണ്ട്. ഞാൻ ഇടയിലില്ലാത്ത ആടുകളെ പോലെ ഇങ്ങനെ വഴിതെറ്റി നടക്കുമ്പോൾ ഞാൻ എൻ്റെ പാതകൾ മാറ്റി, ക്രിസ്തുവിൻ്റെ പാത മാറ്റി എൻ്റെതായ പാതകളിൽ കൂടെ യാത്ര ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും എന്നിൽ മനസ്സിലെങ്കിൽ ചേർത്ത് പിടിക്കുന്ന, എന്നെ കരുണയോടുകൂടെ ചേർത്ത് പിടിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിനെയാണ് ഞാൻ ഒന്ന് അന്വേഷിക്കേണ്ടത് എന്ന് നാം ഒന്നാമത് തിരിച്ചറിയണം. ഞാൻ എന്തിന് കർത്താവിനെ അന്വേഷിക്കും? എന്നെ അവൻ ചേർത്ത് പിടിച്ചിരിക്കാൻ, എന്നോടവൻ മനസ്സലിയിക്കയാൽ, എന്നോടവിടെ കരുണ കാണിക്കയാൽ, എനിക്കൊരു പുതിയ ജീവിതത്തിൻ്റെ അനുഭവം നൽകി പുതുപ്പിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് എന്നെ കരം പിടിച്ച് നടത്തുകയാൽ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ കർത്താവിനെ അന്വേഷിക്കേണ്ടതായിട്ട് ഉണ്ട്. രണ്ടാമത്, ഞാൻ കർത്താവിനെ അന്വേഷിക്കേണ്ട രണ്ടാമത്തെ ആവശ്യകത എന്ന് പറയുന്നത്, നമ്മെ നിത്യജീവന്റെ അവകാശിയാക്കി തീർത്തിരിക്കിയാൽ നാം കർത്താവിനെ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നിത്യജീവന്റെ അവകാശി ആക്കി തീർത്തിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രസംഗത്തിൻ്റെ ആരംഭമൊക്കെ നാം ഒന്ന് പഠിക്കുകയാണെങ്കിൽ അവിടെ കർത്താവ് പറഞ്ഞ ആദ്യത്തെ പ്രസംഗം മാനസാന്തരപ്പെടുവനെന്നാണ്. സ്വർഗരാജ്യം സമീപിച്ചെന്ന്. യോഹന്നാൻ്റെയും പ്രസംഗം അതൊക്കെ തന്നെയാണ്. യേശു പ്രസംഗിക്കുന്നത് തന്നെയാണ്, മാനസാന്തരപ്പെടുവൻ, സുവിശേഷത്തെ വിശ്വസിപ്പൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, സുവിശേഷത്തെ മാനസാന്തരത്തോടു കൂടെ വിശ്വസിപ്പൻ എന്ന് കർത്താവ് പറയുമ്പോൾ ആ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എത്രയേ ഉള്ളൂ, ഞാനും നിങ്ങളൊക്കെ നിത്യജീവൻ അവകാശിയായി തീരണം. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറയുന്നത്, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക, നിത്യജീവന്റെ അവകാശത്തിൽ
പങ്കുചേരുവാനായിട്ട് കർത്താവ് എന്നിൽ ആഗ്രഹിക്കിയാൽ, പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ കർത്താവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യേണ്ടവർ തന്നെയാണ്. അത് യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം മുതൽ അതിൻ്റെ മരണം വരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ക്രൂശിൽ കിടന്നിട്ട് കള്ളൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് തന്നെയാണ്. അവനൊരുപക്ഷെ ആഗ്രഹിച്ച നിത്യജീവനായിരിക്കാം, പക്ഷെ അവൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? നീ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ. ഈ ഓർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഈ മനുഷ്യൻ്റെ ജീവിതത്തെ നാം ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അവൻ പാപിയാണ്. അവൻ കുറ്റം പറഞ്ഞവനാണ്, യേശുവിനെ പരിഹസിച്ചവനാണ്, യേശുവിനെ മാറ്റി നിർത്തിയവനാണ്. നീ രക്ഷകനാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കുക, നീ ദൈവപുത്രനാണെങ്കിൽ ഞങ്ങളെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ് യേശുവിനെ പരിഹസിച്ചവനാണ്. അപ്പോൾ മറ്റു രണ്ടുപേരും ഒന്നിച്ച് പരിഹസിക്കുമ്പോൾ ഒരുവൻ മാനസാന്തരപ്പെടുകയാണ്. ഈ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ നിന്നിട്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അവൻ ആവശ്യപ്പെടുന്നത്, കർത്താവേ എന്നെയും കൂടെ നീ ഒന്ന് ഓർത്തുകൊള്ളണമേ. അവിടെ അവൻ കർത്താവ് യഥാർത്ഥത്തിൽ ആ ക്രൂശിൽ കിടന്നിട്ട് അവൻ കർത്താവിനെ അന്വേഷിക്കുന്നത്, കർത്താവിൻ്റെ രക്ഷ അന്വേഷിക്കുന്നത് ക്രൂശിൽ കിടന്നിട്ട്. അതുവരെയും കർത്താവിനെ അന്വേഷിച്ചില്ല. ഒരുപക്ഷെ കർത്താവിൻ്റെ പിന്നാലൊക്കെ യാത്ര ചെയ്തവനായിരിക്കാം, യേശുവിനെ കുറിച്ച് കേട്ടിട്ടുള്ളവനായിരിക്കാം, യേശുവിൻ്റെ അത്ഭുതങ്ങളിൽ പങ്കുചേർന്നവനായിരിക്കാം, യേശു കൊടുത്ത ഈ 5 അപ്പവും 2 മീനുമുള്ള ഭക്ഷണത്തിൽ പങ്കുചേർന്ന ആയിരിക്കാം. അവൻ അതുവരെയും മാനസാന്തരപ്പെട്ടില്ല, സുവിശേഷത്തിൽ വിശ്വസിച്ചില്ല, ദൈവരാജ്യം സമീപിച്ചു എന്ന് മനസ്സിലാക്കില്ല. പക്ഷേ ഇവൻ കാൽവരി ക്രൂശിൽ കിടന്നിട്ടാണ് മനസ്സിലാകുന്നത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇവൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണ്, ഇവൻ യഥാർത്ഥത്തിൽ രക്ഷകനാണ്, ഇവനില്ലാതെ മറ്റൊരു രക്ഷയില്ല എന്ന ബോധ്യം അവനുണ്ടാകുന്നത് ആ ക്രൂശ് മരണത്തിൻ്റെ ആ വക്കിൽ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോഴാണ് അവൻ ക്രിസ്തുവിനെ അന്വേഷിക്കുന്നത്, നീ എന്നെയും കൂടെ ഒന്ന് ഓർത്തുകൊള്ളണമേ. ഈ അന്വേഷണം അവനെ കൊണ്ടു ചെന്നാക്കുന്ന നിത്യജീവൻ്റെ അനുഭവത്തിലാണ്. ഇന്ന് നീ എന്നോടുകൂടെ പരദേശയിലിരിക്കും. അത് നിത്യജീവനാണ്, നിത്യസന്തോഷമാണ്, സ്വർഗീയ സൗഭാഗ്യം, ഏതേൻ തോട്ടത്തിൻ്റെ അനുഭവമാണ്. ഈ പരദീസ് എന്ന് പറയുന്നത് ഈ സന്തോഷം മാത്രം നിറയപ്പെടുന്ന ഒരു അനുഭവമാണ്. അത് ഈ ഉൽപ്പത്തി പുസ്തകം 1-2 അധ്യായങ്ങൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പരദീസേ. അവിടെ സമൃദ്ധിയും സന്തോഷവും ദൈവവും ദൈവാലയവുമുള്ള ദൈവദൂതന്മാരുള്ള ഇടപെടൽ ഉണ്ടാവുന്ന ഒരിടമാണ്. ആ ഇടത്തിലേക്കാണ് ഈ മനുഷ്യന് പ്രവേശനം ലഭിക്കുന്നത്. എപ്പോഴാണ്? അവൻ കർത്താവിനെ അന്വേഷിച്ചപ്പോഴാണ്. തൻ്റെ മരണത്തിൻ്റെ വക്കിൽ നിന്നിട്ട് പോലും പാപത്തിൻ്റെ താഴ്വാരങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ താൻ പാപിയാണെന്നുള്ള ബോധ്യം അവനിലേക്ക്, തിരിച്ചറിവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുമ്പോൾ അവൻ തിരിച്ചറിയുകയാണ്, ഇവനിൽ കൂടെ മാത്രമേ എനിക്ക് രക്ഷ ഉണ്ടാകത്തുള്ളൂ, ഇവനിൽ കൂടെ മാത്രമേ നിത്യജീവൻ ഉണ്ടാകത്തുള്ളൂ. ആ നിത്യജീവനെ സ്വന്തമാക്കുവാൻ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൻ അന്വേഷിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ. കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ടവരാണ്. അത് ഈ നശിച്ചു പോകുന്ന അപ്പത്തിന് വേണ്ടി മാത്രമല്ല, ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അതിനേക്കാൾ ഉപരിയായി ഒരു നേട്ടം എനിക്കുണ്ടാകും, ആ നിത്യജീവൻ്റെ നേട്ടം എന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് കർത്താവിനെ ഒന്ന് അന്വേഷിച്ച് അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യാം. അതാണല്ലോ സുവിശേഷം 19-ാം അധ്യായം സഖായിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സഖായി പാപിയാണ്, അവനറിയാം അവൻ പാപിയാണ്, സമൂഹം അവനെ പാപി എന്ന് മുദ്രകുത്തിയവനാണ്, ചുങ്കക്കാരനാണ്, ഒറ്റപ്പെട്ടവനാണ്, ഉപേക്ഷിക്കപ്പെട്ടവനാണ്. സമൂഹത്തിൽ എല്ലാവരും അവനെ നിന്ദയായി നോക്കിക്കണ്ടവനാണ്. അവനോടുകൂടി ആരും സംസാരിച്ചിരുന്നില്ല, അവനോടുകൂടി ആരും ഇടപഴകിയിരുന്നില്ല, അവനോടുകൂടി ആരും ബന്ധം പുലർത്തിയിരുന്നില്ല. പക്ഷേ അവൻ കർത്താവിനെ അന്വേഷിക്കുകയാണ്, അവൻ കർത്താവിനെ അന്വേഷിക്കുകയാണ്. അവൻ മനുഷ്യരുടെ ഇടയിൽ കർത്താവിനെ അന്വേഷിച്ചിട്ട് അത് കാണുവാൻ കഴിയാതെ കട്ടത്തിമരത്തിൽ മുകളിൽ കയറി കർത്താവിനെ നോക്കി കാണുവാൻ ആഗ്രഹിക്കുമ്പോഴാണ് കർത്താവ് അവനെ കാണുന്നത്. കർത്താവിനെ അവൻ അന്വേഷിച്ചപ്പോഴാണ് കർത്താവ് അവനെ നിത്യജീവനിലേക്ക് നയിക്കുന്നത്. അതുവരെയും അവൻ കർത്താവിനെ അന്വേഷിച്ചില്ല. അവൻ അന്വേഷിച്ച സമ്പത്തായിരുന്നു, അവൻ അന്വേഷിച്ചത് അടുത്തവൻ്റെ ഓഹരിയായിരുന്നു, അടുത്തവൻ്റെ നേട്ടങ്ങളായിരുന്നു, അടുത്തവൻ്റെ ഭവനമായിരുന്നു, അവിടുത്തവൻ്റെ സമ്പാദ്യങ്ങളായിരുന്നു. അതൊക്കെ മാത്രമാണ് അവൻ അന്വേഷിച്ചത്. അതിൻ്റെ പിന്നാലെയാണ് യാത്ര ചെയ്തത്. അതെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിനെ അന്വേഷിച്ച് കാട്ടത്തിമരത്തിന് മുകളിൽ കയറിയപ്പോഴാണ് അവന് ഒരു പുതിയ ജീവിതം കർത്താവ് കൊടുക്കുന്നത്. ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ആ രക്ഷയാണ് നിത്യജീവന്റെ രക്ഷ. അതുമാത്രമല്ല കർത്താവ് പറയുന്നത്, ഇവനും അബ്രഹാമിൻ്റെ മകൻ ആണ്. ഇവന് അബ്രഹാമിൻ്റെ മകനാകിയാൽ ഇവന് ഈ വീട്ടിന് രക്ഷ വന്നു എന്ന് പറഞ്ഞിട്ട് കർത്താവ് നിത്യജീവന്റെ അനുഭവത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഞാനും നിങ്ങളൊക്കെ കർത്താവിനെ അന്വേഷിക്കേണ്ടവരാണ്. ഈ കർത്താവിനെ അന്വേഷിക്കേണ്ടത് അവൻ നമ്മെ നിത്യജീവന്റെ അവകാശിയാക്കി തീർത്തിരിക്കാൻ പ്രിയപ്പെട്ടവരെ നാം കർത്താവിനെ അന്വേഷിക്കണം. മൂന്നാമതും അവസാനമായി നാം കർത്താവിനെ അന്വേഷിക്കേണ്ടത് എന്നിൽ പാപമോചനം വാഗ്ദത്തം ചെയ്തിരിക്കാൻ നാം അവനെ കർത്താവിനെ അന്വേഷിക്കണം. എന്നിൽ പാപമോചനം വാഗ്ദത്തം ചെയ്യുകയാൽ. കല്ലെറിയുവാൻ പിടിക്കപ്പെട്ട സ്ത്രീ ചെന്ന് നിൽക്കുന്നത് യേശുവിൻ്റെ മുൻപിലാണ്.
ഈ ചുറ്റും നിൽക്കുന്നവരെല്ലാം എറിയുവാനായിട്ട് കല്ലും വെച്ച് നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, അവൾ ചെന്ന് നിൽക്കുന്ന യേശുവിൻ്റെ മുമ്പേ യേശുവൾക്ക് രക്ഷ കൊടുത്തു, അവിടെ പാപത്തെ മോചിച്ചു. എൻ്റെയും നിൻ്റെയും ചുറ്റും ഒക്കെ കല്ലെറിയുവാൻ ഒത്തിരി പേരുണ്ട്. ഈ കല്ലെറിയുവാൻ നിൽക്കുന്ന ഈ സമൂഹത്തിൻ്റെ മധ്യേ ഞാനും നീയും നിൽക്കപ്പെടേണ്ടത് കർത്താവിൻ്റെ മുൻപിലാണ്. കർത്താവിൻ്റെ മുൻപിലാണ് എൻ്റെ യാത്ര ചെന്ന് നിൽക്കുന്നുണ്ട് എങ്കിൽ ഞാൻ എത്ര തന്നെ പാപിയായിരുന്നാലും എൻ്റെ പാപത്തെ ക്ഷമിച്ച് എന്നെ ചേർത്ത് പിടിക്കുവാൻ എൻ്റെ കർത്താവിന് സാധ്യമാകും. അതാണ് കല്ലെറിയുവാൻ പിടിക്കപ്പെട്ട സ്ത്രീയുടെ സംഭവം നമ്മെ പഠിപ്പിക്കുക. അവൾ വളരെ വലിയ പാപം ചെയ്തവളാണ്. അവൾ ലോകത്തിൽ പാപത്തിന്റെ താഴ്വാരത്തിൽ കൂടെ യാത്ര ചെയ്തവളാണ്. കൽപ്പന പൂർണ്ണമായി ലംഘിച്ചവളാണ്. ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നുപോയവളാണ്. താൽക്കാലിക സുഖ സന്തോഷത്തിന് വേണ്ടി ജീവിച്ചവളാണ്. വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുമ്പോൾ അതിൽ കൂടെ മാത്രം യാത്ര ചെയ്തവളാണ്. അങ്ങനെയുള്ളവൾ കല്ലെറിയുവാൻ പിടിക്കപ്പെട്ട് മോശയുടെ കൽപ്പന നിയമിക്കപ്പെടുവാനായിട്ട്, അതിനെ പൂർത്തീകരിക്കുവാനായിട്ട് ഓടിച്ചു കൊണ്ടുവരുമ്പോൾ അവൾ ചെന്ന് നിൽക്കുന്നത് ഒരു മനുഷ്യന്റെ മുൻപിലല്ല, ഒരു മനുഷ്യ ദൈവത്തിന്റെ മുൻപിലല്ല, ഒരു അത്ഭുതവും അടയാളവും പ്രവർത്തിക്കുന്നവന്റെ മുൻപിലല്ല, ദൈവീകമാവുന്ന കൃപയുടെ ആ ഇടത്ത് അവൾ ചെന്ന് നിൽക്കുകയാണ്. അവിടെ ചെന്ന് നിൽക്കുമ്പോഴാണ് കർത്താവ് അവളെ ഒന്ന് ചേർത്ത് പിടിക്കുന്നത്. കർത്താവ് പറയണത്, നിന്നിൽ പാപമില്ലാത്തവൻ ഉണ്ട് എങ്കിൽ നീ അവളെ കല്ലെറിയുക. പ്രിയമുള്ളവരെയും എൻ്റെയും നിൻ്റെ ചുറ്റും നിൽക്കുന്ന ഓരോ കല്ലെറിയുവാൻ നിൽക്കുന്ന മനുഷ്യരെ നോക്കിയിട്ട് കർത്താവ് പറയുന്നൊരു കാര്യം, നിന്നിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. ആരും പാപമില്ലാത്തവരായിട്ട് ആരുമില്ല, കല്ലുപേക്ഷിച്ച് എല്ലാവരും മടങ്ങിപ്പോയെന്നും അവിടെ തിരുവചനം ഓർമ്മപ്പെടുത്തുകയാണ്. അവൾ കർത്താവിൻ്റെ മുൻപിലെത്തിയത് കർത്താവിനെ അന്വേഷിച്ചത് കൊണ്ടിട്ടാണ്. കർത്താവിൻ്റെ മുൻപിലെത്തി അവൻ അന്വേഷിച്ചപ്പോഴാണ് കർത്താവ് അവളുടെ പാപത്തെ ക്ഷമിച്ചത്. കർത്താവ് അവളെ ഈ കല്ലെറിയുവാൻ പിടിക്കപ്പെട്ട ജനത്തിൻ്റെ മുൻപിൽ നിന്ന് വിടുതൽ കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അതിൽ നിന്നുള്ള രക്ഷയില്ല, അത് മാത്രമല്ല കൊടുത്തത്, മറിച്ച് അവളുടെ പാപത്തെ ക്ഷമിച്ചു. പോക, നിൻ്റെ പാപം ക്ഷമിച്ചിരിക്കേണ്ട, ഇനിമേൽ നീ പാപം ചെയ്യരുതെന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുകയാണ്. കർത്താവിനെ അന്വേഷിക്കേണ്ടത് ആവശ്യകത തന്നെയാണ്. ഈ കർത്താവിനെ അന്വേഷിക്കേണ്ടത് അവൻ എൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ മോചിച്ചിരിക്കുകയാൽ, എൻ്റെ പാപത്തെക്കുറിച്ചുള്ള മോചനം അവൻ വാഗ്ദത്തം ചെയ്യുകയാൽ ഞാൻ നിങ്ങളൊക്കെ കർത്താവിനെ അന്വേഷിക്കേണ്ടവർ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഈ ഓട്ടത്തിൽ മാനുഷികമാകുന്ന ദൈവത്തിൻ്റെ മാനുഷികതകളുടെയും ലൗകികതകളുടെയും ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെയുള്ള ഈ ഓട്ടത്തിൽ മറന്നുപോകുന്ന ഈ ദൈവീക അന്വേഷണത്തിലേക്ക് നമുക്കൊന്ന് തിരിച്ചു വരാം. കർത്താവിനെ നമുക്കൊന്ന് അന്വേഷിക്കാം. അവൻ എന്നിൽ മനസ്സിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കിയാൽ പ്രിയമുള്ളവരെ, നമുക്ക് എപ്പോഴും അവനെ അന്വേഷിക്കാം. അവൻ എൻ്റെ പാപത്തെ മോചിച്ച് എനിക്ക് പാപമോചനം വാഗ്ദത്തം ചെയ്തിരിക്കുക. നമുക്കെപ്പോഴും അവനെ അന്വേഷിച്ച് അവൻ്റെ പിന്നാലെ ഒന്ന് യാത്ര ചെയ്യാം. നഷ്ടപ്പെട്ടു പോയ നിത്യജീവനിലേക്ക്, ജീവൻ്റെ അവകാശത്തിലേക്ക് എന്നെ അവൻ കൈപിടിച്ചു നടത്തിയിരിക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് കർത്താവിനെ അന്വേഷിക്കാം, അവൻ്റെ പിന്നാലെ യാത്ര ചെയ്യാം. ഇവിടെ കർത്താവ് ജനതയോടുകൂടി പറഞ്ഞു, നിങ്ങൾ എന്നെ അന്വേഷിച്ചത് ഈ താൽക്കാലിക ഭക്ഷണം ഭക്ഷിച്ചത് കൊണ്ട്, എന്നിലുള്ള അടയാളങ്ങളും അത്ഭുതങ്ങളും എന്നിലുള്ള വിശ്വാസം കൊണ്ടിട്ടല്ല, ഈ ഭക്ഷണം ഭക്ഷിച്ചത് കൊണ്ടിട്ടാണ്. അത്തരത്തിലുള്ളൊരു ജീവിതമല്ല കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. താൽക്കാലിക സുഖ സന്തോഷത്തിന് വേണ്ടി കർത്താവിൻ്റെ പിന്നാലെ പോകുക എന്നതല്ല കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മിൽ ആഗ്രഹിക്കുന്നത് നിത്യമായ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കുവാൻ തന്നെയാണ്. അതാണ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 34-35 വാക്യങ്ങൾ പറയുന്നത്. അവൻ അവനോട്, കർത്താവേ, ഈ അപ്പം എപ്പോഴും ഞങ്ങൾക്ക് തരണം. യേശു അവരോടുകൂടെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയും ഇല്ല. ഓട്ടം കർത്താവിൽ അവസാനിപ്പിക്കാം. കർത്താവിൻ്റെ മുൻപിൽ ആ ഓട്ടം അവസാനിപ്പിക്കാം. ഇന്ന് കർത്താവിൻ്റെ മുമ്പ് നമുക്ക് നിൽക്കാം. അത് മാറ്റി മുന്നിലേക്കുള്ള ഓട്ടത്തിലേക്കല്ല, നിൽക്കുന്നയിടത്ത് സ്ഥിരതയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നേട്ടങ്ങളെ കൈവരിക്കുവാനായിട്ട്, ദൈവിക അനുഗ്രഹങ്ങളെ കൈവരിക്കുവാനായിട്ട് നമുക്ക് സാധ്യമാകും. അവനാകുന്ന അപ്പം ഭക്ഷിച്ചും അവനാകുന്ന ഈ പാനീയം കുടിച്ചും വിശ്വാസത്തോടുകൂടെ നിത്യതയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള ക്രിസ്തു അന്വേഷണത്തിൽ ഈ നോമ്പ് കാലഘട്ടത്തിന് ശേഷമുള്ള നാളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 18 നാളുകൾ മാത്രം ഇനി നമ്മുടെ മുൻപിലുള്ളൂ. ഈ 18ാമത്തെ ദിവസം പ്രിയമുള്ളവരെ പുനരുത്ഥാനമാണ്, ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്. നമ്മുടെ എല്ലാവരുടെയും ഉയർത്തെഴുന്നേൽപ്പ്. ആ പുനരുത്ഥാനത്തെ പ്രത്യാശിച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഈ യാത്ര
ഈ ഓട്ടം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ആകട്ടെ, ക്രിസ്തുവിനെ അന്വേഷിച്ച് തന്നെ ആകട്ടെ, യഥാർത്ഥത്തിലുള്ള വിശ്വാസത്തോടു കൂടെ ക്രിസ്തുവിൽ യാത്ര ചെയ്യുവാനായിട്ട്, സ്ഥിരതയോടുകൂടെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്കൊരുങ്ങാം. അതിന് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മെ സഹായിക്കട്ടെ. സകല ബുദ്ധിയും കവിയും ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളും നിലകൂടെയും ക്രിസ്തേശങ്ങൾ കാത്ത് പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. കീർത്തന പുസ്തകത്തിൽ 336 കീർത്തനം, പുതിയ കീർത്തന പുസ്തകം